ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റവ ദോശയാണ് കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ റവ ദോശയാണിത്. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണിത് ചെയ്തെടുക്കാൻ നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പോളം റവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ട് തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തൈര് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. റവൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നനച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു തൈര് കൊണ്ട് മാത്രം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഓവറായിട്ട് അങ്ങ് വെള്ളം ചേർത്തിട്ട് വെള്ളം പോലെ ആക്കിയെടുക്കരുത് നമ്മുടെ ബാറ്റർ. നമ്മൾ തൈരെടുത്ത ബൗളിലേക്ക് തന്നെ വെള്ളം ചേർത്തിട്ട് റവയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കട്ടി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് എല്ലാ ഭാഗത്തുനിന്നും നനച്ചെടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇതുപോലെ നല്ല ടൈറ്റായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതൊരു 15 മിനിറ്റ് അടച്ചൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ദോശ നല്ല പഞ്ഞി പോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചൗവരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൗവരി എല്ലാവർക്കും അറിയായിരിക്കും. സാബുദാന, സാഗോ സീഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതാണിത്. നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എടുക്കുന്നില്ലേ, അത് തന്നെയാണിത്. ഇതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ ഒന്ന് കുതിർത്തി വെച്ചതും കൂടിയാണ്. എന്നിട്ട് നല്ലോണം കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതുപോലെ. അപ്പോഴേക്കും നമ്മുടെ റവ മാറ്റി വെച്ചിട്ട് 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ചൗവരിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ദോശയ്ക്ക് ആവശ്യമുള്ളത്ര ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല കട്ടി ഉണ്ടാവും. ഒരു ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. പക്ഷെ നമുക്ക് ദോശമാവ് പോലെ കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ നല്ല കട്ടി ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പും കൂടി വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി അധികം എടുക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ അതിനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് ഉപ്പൊക്കെ ആഡ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നില്ല, കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടാവും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻസ്റ്റൻറ്റ് ദോശയാണ്. ഇപ്പം തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ ഒന്ന് ചൂടായി വന്നാൽ നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 തവി ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങ് പരത്തി കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് ഓയിലൊന്നും ക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ദോശ കുക്കായി തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ഓയിലങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിലൂട്ടിയും ഒന്നങ്ങ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഭാഗം അങ്ങ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാവുന്നതാണ്. ഇപ്പോൾ സൈഡൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൊവ്വരി ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ആ ഒരു ക്രിസ്പിനെസ്സും ഉണ്ടാവും റവ ചേർത്തതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കുക. താഴ്ഭാഗത്ത് ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. സൈഡിലോട്ടൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. ഒരു നല്ല ചട്നിയും ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത പച്ചക്കറികളൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് നല്ല പ്ലെയിൻ ആയിട്ടുള്ള ദോശ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്